ഹലോ ഗായ്സ്, നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ ഫുൾ ട്രിപ്പ് ഇന്ന് തീരുവാണ് ഗൈസ്. ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിന് പോവാണ്. ഇപ്പോൾ ഞങ്ങൾ കീക്കോട് എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ. സ്കൂളാണ് ആ മേളിൽ കാണുന്നത് കേട്ടോ. ഈ ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് ഞാൻ പഠിച്ച 1 തൊട്ട് 4 വരെയും പിന്നെ ഒരു 8 തൊട്ട് 10 വരെയും പഠിച്ച സ്കൂളാണ് മേളിൽ. പിന്നെ 5 തൊട്ട് 7 വരെ അപ്പുറത്ത് വേറെ സ്കൂളാണ് പഠിച്ചത്. നമ്മുടെ ചക്കുപ്പി നമ്മുടെ കീക്കോട് ഒരു നാടെ കാണാൻ വേണ്ടിയിട്ട് ദേ വന്നിരിക്കുന്നു. ഞാൻ കാണിക്കാം. ഇതാണ് പമ്പയാർ. ഇടപ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇത് അക്കരെ ഇടപ്പാവൂർ, ഇവിടെ കീക്കുരു ഗൈസ്. പമ്പയാർ ഉണ്ട് ഗൈസ്. ഇതാണ് പമ്പയാർ. അടിപൊളിയല്ലേ രാവിലത്തെ വ്യൂ. പിന്നെ ഇതാണ് കീക്കുഴൂർ പള്ളിയോടം. ഇതിവിടെ നിന്ന് ഇറക്കി നേരെ നമ്മൾ ആറന്മുള വള്ളങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് ഈ വള്ളത്തിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നത്. കണ്ടോ, കിട്ടില്ലല്ലേ ഞങ്ങളുടെ നാട്. നിങ്ങൾക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ നാടത് നമ്മളങ്ങനെ നമ്മുടെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടായിരിക്കും നമ്മളെ നാടൊക്കെ കാണുന്നത്. അല്ലേ കുബി? ഇനി അപ്പുറത്ത് പോയിട്ട് ഓടി കാറ് വരുന്നു. ഇതാണ് പേരിച്ചാലേ അമ്പലം. അതിൻ്റെ അപ്പുറമാണ് ഇടപ്പാവൂർ അമ്പലം. കണ്ടോ, അതുകൊണ്ട് ആൾക്കാർ കുളിക്കുന്നുണ്ടോ അവിടെ? അതുകൊണ്ട് അവിടെ ഉണ്ടോ? ഞാനും ചക്കുപ്പി ഞങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് രാവിലെ നിൽക്കുവാണ് ഗൈസ്. കണ്ടോ, രാവിലെ ചായം കുടിച്ചിട്ടിരിക്കുക. ഹോളിക്സ് കുടിച്ചിട്ടിരിക്കുക ചക്കുപ്പി. അമ്മൂസ് താഴത്തെ കടയിൽ നിന്നിട്ടേ അവിടെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ബജിയോ ഏതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു. ഞാനും ചക്കുപ്പിയും പാലത്തെ കയറിയിട്ട് ഞങ്ങളുടെ നാട് കാണാൻ നല്ല കുപ്പി. ഇത് പാലമാണ്. കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ നാട്. കിടുക്കാച്ചി നാടല്ലേ. നമുക്ക് എന്ത് രസമാണ് കാണാൻ. രാവിലത്തെ വ്യൂ അടിപൊളി അല്ലേ കുപ്പി? ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന പാലമാണ് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ 2 തൂണ് മാത്രമേ ഉള്ളായിരുന്നു. ഓരോ ചേട്ടന്മാരൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാണെന്ന് തോന്നുന്നു. ഐസ് അമ്മൂസ് ഇപ്പോൾ ചീത്ത പറയുന്നത് ഞാനും ചക്കുപ്പിയും എവിടെ പോയാലും ലേറ്റ് ആകുമെന്ന് ഇന്നും പരാതിയാണ്. ഞങ്ങളിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് നടക്കുമോ. അമ്മൂസും ഉണ്ട് നമ്മുടെ പഞ്ചിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് നോക്കിയിരിക്കുന്നുണ്ടോ? കണ്ടോ തലയെ കുലുക്കുന്നു. എന്നെ ചീത്ത പറയുന്നത് തോന്നുന്നു. കൈസ മേളിക്കുന്നതാണ് ഞങ്ങളെ ഹൈസ്കൂൾ. ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ എരുമേലിക്ക് പോകുന്ന കാട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നേരത്തെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ല? അതൊക്കെ ഇവിടെയൊക്കെയാണ്. ഇപ്പം അടിപൊളിയല്ലേ. എന്തോ തണുപ്പതറി. ഏറ്റവും കൂടുതൽ ശുദ്ധവായു കിട്ടുന്ന ജില്ലയാണ് ഞങ്ങളുടെ പത്തനംതിട്ട. ഇപ്പം ഞങ്ങൾ ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഗ്ലാസ്സൊക്കെ തുറന്നിട്ടുണ്ടോ? അപ്പോൾ പക്ഷേ കാണാൻ നല്ല രസമില്ലേ ഇത്? നല്ല വൈബ്, കിട്ടില്ല സ്ഥലം. ഇനി ഞങ്ങൾക്ക് ഇതോടുകൂടി ഞങ്ങൾ തീരുമാനിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് നാട്ടിൽ വരണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും ഗൈസ്. എപ്പോഴും കാറും കൊണ്ട് വരാൻ പറ്റത്തില്ല. ഞങ്ങൾ ട്രെയിനാണെങ്കിൽ ഞങ്ങൾ കയറി വരും. ട്രെയിനോ ബസ്സോ. ചക്കുപ്പ് ഇതുവരെ ട്രെയിനേ കയറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി വരുമ്പോൾ ട്രെയിനിന് വരാമെന്ന് വെച്ച്. അതുകൊണ്ട് അടിപൊളി പൊളി സ്ഥലമല്ലേ. നോക്ക് നമ്മുടെ എരുമേലി പേട്ടതുള്ളലൊക്കെ ഇട്ടിട്ടുണ്ടോ? ആ സ്ഥലമാണ്. ഞങ്ങൾ എരുമേലി ടൗണിലോട്ട് എത്തും ഒരു 9 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വഴി വന്നതാണ്. ഇല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, അതിലേ പോകാനേ ഉള്ളായിരുന്നു. വണ്ടിയൊക്കെ ചീറിപ്പാണ്. ശബരിമല റോഡ് ആയതുകൊണ്ട് നല്ല വീതി, നല്ല കിടക്കാച്ച റോഡുമാണ്. വറക്കോ വണ്ടിയല്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് നൈസായിട്ടൊന്ന് വഴി തെറ്റിയ സമയത്ത് ഞങ്ങൾക്ക് എവിടെ പൊൻകുന്നം കുമളിക്കാണ് പോകേണ്ടത്. പക്ഷെ ഇടയ്ക്ക് ഒരു വഴി തെറ്റിയിട്ട് ഞങ്ങൾ ഒരു ഇടവഴി കയറി വന്നു. അപ്പം ഞങ്ങളെ വഴി തെറ്റിയത് ഞങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ മുമ്പിൽ പോകുന്ന ഇന്നീസ് കാറിലെ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ പുറകെ വാ, ചേട്ടൻ ഞങ്ങളെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വിടാം. ഈ ബാംഗ്ലൂർ വരെ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുമോന്ന് അറിയില്ല. ചേട്ടന്റെ പുറകെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങള് ശബരിമല റൂട്ട് ആസ്വദിച്ച് വന്നതാ. നേരെ ഒരു ട്രെയിനിങ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വഴി തെറ്റിയായിരുന്നു. എനിക്കറിയാതെ വഴി തെറ്റിയത്. അപ്പൊ ഞങ്ങൾ നേരെ ഒരു വഴി കണ്ടോ, അതിലേ പോയി. പിന്നെ ഞാൻ ഈ മാപ്പ് ഞാൻ ചെറുതായിട്ട് സൂം ഔട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അത് തൃശ്ശൂർ പാലക്കാട് പോകുന്ന വഴിയായിരുന്നു. ഒരിച്ചിലൂടെ നീങ്ങിയായിരുന്നു ഞാൻ അങ്ങ് കോയമ്പത്തൂർ ഉള്ളിൽ ചെന്നേനെ. ഇപ്പൊ എന്തായാലും ഈ ചേട്ടൻ ഇവിടെ വരെ ഇപ്പൊ എന്താ കാഞ്ഞിരപ്പള്ളി എങ്ങാണ്ടാ ഞങ്ങള് ഇനി ഇവിടുന്ന് പൊൻകുന്നാണ് പോകേണ്ടത്. അപ്പൊ ഈ പോകുന്ന ചേട്ടൻ അവിടെ വരെ എങ്ങാണ്ട് ഉണ്ട്. അപ്പൊ ചേട്ടൻ അവിടോട്ട് വിടാന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞങ്ങൾ സ്ലോ ആകുമ്പോ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്.
അപ്പുറത്തെ ഒരു വേറൊരു വഴി ഉണ്ടായിരുന്നു, അതിൽ 63 കിലോമീറ്റർ ഉള്ളൂ. ഇതിൽ എന്നെ വീണ്ടും മരിച്ചോണ്ട് പോവാ, വീണ്ടും 75 കിലോമീറ്റർ. ഞങ്ങള് നാട്ടിൽ വരുന്നതിന്റെ തലേദിവസം വരെ ഭയങ്കര മഴയായിരുന്നു. വീട്ടിൽ വിളിക്കുമ്പോ പറയായിരുന്നു ഫുള്ള് രാവിലെ തൊട്ടേ മഴയാണ്. പക്ഷെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അയ്യോ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണമല്ലോ, പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരിക്കും മഴ കാരണം. പക്ഷെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോ തൊട്ട് ഭയങ്കര വെയിലെന്ന്. ഇനി ഞങ്ങള് പോകുന്ന സങ്കടത്തിൽ മഴ പെയ്യുമോന്നും അറിയത്തില്ല. ചക്കുന് ഭയങ്കര വിഷമാണ് ഗൈസ്. ചക്കു ആണെങ്കിൽ ഒരാഴ്ച വീട്ടിൽ കിടന്ന് അർമാദമായിരുന്നു. ആ ബാഗ് തല വെച്ച് കിടക്കുന്നുണ്ടോ, തല എന്താണ് എങ്ങനെ കിടക്കുന്നത് നോക്കേ, പോട്ട് ഉറങ്ങും അവന്. തല വല്ലാണ്ട് കഴുത്ത് വേദന എടുക്കും. അവൻ ആ പില്ലോ മേടിച്ചു കൊടുത്തു, നെക്ക് പില്ലോ, അതാണ് വെക്കത്തില്ല അവൻ. അത് വെക്കത്തില്ല, എന്നാലും ഇപ്പൊ അവൻ തല വേദന എടുക്കും വല്ലാണ്ട്. ഇതെങ്ങനെ ഇങ്ങനെ മേപ്പോട്ടായി പോയത്? അതൊരു ബ്രേക്ക് പിടിക്കുമ്പോ കട്ടയുടെ പാവുണ്ട്. ചക്കുന് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ ഇന്നലെ വരേണ്ടതായിരുന്നു ഗൈസ്, ഇന്നലെ അവിടെ നിന്ന് കേറേണ്ടതായിരുന്നു വ്യാഴാഴ്ച. പക്ഷെ ഇവൻ കയറാൻ സമ്മതിച്ചില്ല. അപ്പൊ അച്ഛനും പറഞ്ഞു പോവണ്ട, നാളെ പോവണ്ട. അച്ഛനൊക്കെ നാളെ പോയാൽ മതി, ശനിയാഴ്ച കയറി. ആ ഇന്ന് വെള്ളിയാഴ്ചയായി. ഞങ്ങളപ്പൊ വെള്ളിയാഴ്ച അപ്പൊ വീട്ടില് പറഞ്ഞു ശനിയാഴ്ച പോയാൽ ഞങ്ങക്ക് ശരിയാകത്തില്ല ഗൈസ്. അവിടെ ഇനിയിപ്പോ വീട് മൊത്തം, നമ്മുടെ ബാംഗ്ലൂരിലെ വീട് മൊത്തം പൊടിയായി കാണും. ഒരു 2 ദിവസം അടച്ചിടുമ്പോ തന്നെ, അല്ലെങ്കിൽ തന്നെ എന്നും തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയാ. 2-3 ദിവസത്തേക്ക് മാത്രമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ചെയ്തപ്പോ അച്ഛൻ ഫുള്ള് കറക്കോ, അച്ഛന്റെ കൂട്ടത്തിലൊക്കെ ഭയങ്കര ഇതായിട്ട് വലിയ പരിചയമില്ലാത്തോണ്ടേ അങ്ങനെ പോത്തില്ലായിരുന്നു. നമുക്കും എന്തോ സങ്കടം അല്ലേ. തിരിച്ചു വരുമ്പോ അങ്ങോട്ട് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. തിരിച്ചു വന്നപ്പോ ഭയങ്കര സങ്കടം എന്തോ. കാഞ്ഞിരം ഇത് ഏതാടാ സ്ഥലം? മുണ്ടക്കയൊക്കെ കഴിഞ്ഞല്ലേ? ഇപ്പൊ സ്ഥലം ഏതാണ്? ഫുള്ള് ഇത് എസ്റ്റേറ്റുകളാ ഗൈസ്. അയ്യോ അതിന്റെ മണ്ടയ്ക്ക് ഫോഗ്, ആ മലയുടെ മണ്ടയ്ക്ക് ഭയങ്കര പെരുവണ്ണത്താനം സ്ഥലം. അത് എവിടെയാന്ന് അറിയത്തില്ല. മുണ്ടക്കായൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ആ മലയുടെ മണ്ട നല്ല രസമുണ്ട്. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു ഗൈസ്, പൊറോട്ടയും മുട്ടക്കറിയും. ഇതുണ്ട്. ഓ നല്ല രസമുണ്ട്. ആ മലയുടെ ഇടയിൽ കൂടെ വഴികള്. ആരീ പുറകെ കിടന്ന് ഓണടിക്കുന്ന പൊയ്ക്കൊണ്ടിരിക്കുവല്ലേ. ഏതായിരുന്നു വളഞ്ഞങ്ങാനം. ഈ സ്ഥലത്തിന്റെ പേരാണ് ഗൈസ്, വളഞ്ഞങ്ങാനം. ഇവിടെ ഭയങ്കര വെള്ളച്ചാട്ടമുണ്ട്. അപ്പൊ ഇവിടെ എല്ലാരും നിർത്തി ഫോട്ടോ എടുക്കും, അതും ഇതൊക്കെയാണ് ഗൈസ്. ഇതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. നല്ല രസമാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് വളഞ്ഞങ്ങാനം. നമ്മള് വരുന്ന വഴിക്കാണ് ഗൈസ്. വരുന്ന വഴിക്ക് ഇതിന്റെ റോഡിലോട്ടൊരു വെള്ളച്ചാട്ടം. കുറേ വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടം കണ്ടോ ഗൈസ്, റോഡിലോട്ട് കാണത്തില്ല ശരിക്കും. അന്ന് ഞങ്ങൾ ഇതില് പോയപ്പോ രാത്രിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി ഇടിച്ചു കിടക്കുന്നുണ്ടോ. നമ്മൾ അന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഈ വണ്ടി ഉണ്ടായിരുന്നു കണ്ടോ. ഒരു ആൾട്ടോ ഫുള്ള് ഇടിച്ച് പറിച്ചു കിടക്കുക. അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ കണ്ടായിരുന്നു ഇത്. പക്ഷെ അന്ന് വേറെ ഒരു വണ്ടിയും കൂടെ ആയിരുന്നു ഇടിച്ചല്ലേടാ, എന്തോ ഒരു കാറും കൂടെ. ഞങ്ങൾ അങ്ങനെ പീരുമേടായി ഗൈസ്. ഉച്ചക്ക് 12 മണിയായപ്പോ രാവിലെ ഇറങ്ങിയത്. ഞങ്ങള് 6 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ അങ്ങ് തമിഴ്നാട്ടിൽ ചെല്ലേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഞങ്ങള് ചെറുതായിട്ട് വഴിയും തെറ്റി. പിന്നെ പെല്ലെ ഇടയ്ക്ക് മുമ്പ് ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ, വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് കുറെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് പെല്ലെ തേയിലത്തോട്ടം. ഊട്ടിയിലും ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഇത് പീരുമേട്. ഇവിടൊക്കെ തേയില കിട്ടുമായിരിക്കും അല്ലേ മുത്തു? കാപ്പിപ്പൊടി നമ്മൾ ഉപയോഗിക്കാറില്ല. പണ്ട് നല്ല ചെലവായിരുന്നു നമുക്ക് കാപ്പിപ്പൊടിക്ക്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങള് കാപ്പിയും ചായ ഒന്നും കുടിക്കാറില്ല. മുത്തു കുടിയായിരുന്നു, ഞാൻ കുടിച്ചില്ല. ഞാൻ ഇന്ന് കുടിച്ചു അല്ലേ മുത്തു? ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോഴും കുടിച്ചു, രാവിലെ ഒന്ന് കുടിച്ചു. പാറപ്പുറത്തൂടെ ഒക്കെ അങ്ങ് ഉറവയാണ്. അങ്ങനെ ഞങ്ങളുടെ കേരളം കഴിയാറായി വരുന്നല്ലേ. ഇനി എന്നാണോ ഞങ്ങൾ കേരളത്തിലോട്ട് വരുന്നത്, ഞങ്ങളുടെ നാട്ടിലോട്ട് വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഫുൾ തേയിലത്തോട്ടം, ഫുൾ തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ. സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട്. ആൾക്കാർ ചിലർ ഫോട്ടോ എടുക്കാനും പോകുന്നുണ്ട്. ഫോട്ടോ എടുത്താലും നമുക്കൊന്ന് തേയിലത്തോട്ടത്തിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോയാലും. അതുകൊണ്ട് ആൾക്കാർ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നത്. നമുക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാം. നമ്മളിതുവരെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്തില്ലല്ലോ. പണ്ട് എടുത്തായിരുന്നല്ലേ നമ്മൾ എവിടെ പോയപ്പോ, വയനാട്ടിലോ.
ഗൈസ് അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടം കണ്ടു. അപ്പം ഞങ്ങൾ ഓർത്തു ഇനി ഇപ്പഴേ ഇതിൽ എന്നാ വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ, 2 ഫോട്ടോസും കൂടെ എടുത്തിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചു. എല്ലാം സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുക എന്ത് ആ വണ്ടി നിർത്തി പറഞ്ഞില്ല, അതിന് മുന്നേ ആ സീറ്റൊന്നും ചാടി പോകുന്നു. നല്ല കിട്ടില്ലം വ്യൂ അല്ലേ ഞങ്ങളുടെ ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു ഗൈസ്. ഞങ്ങളുടെ പഞ്ഞക്കുടനെ മണ്ടയ്ക്ക് ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം കമുകും ഇങ്ങനെ വരമ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു മരം നിൽപ്പുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അതെന്തിനാണോ എന്തോ വെച്ചേക്കുന്നത്. എല്ലാ തേയിലത്തോട്ടത്തിലുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ. അതിൻ്റെ കുറേ പശുവൊക്കെ മേയുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കമ്പന്തേനി കഴിഞ്ഞു. കമ്പന്തേനിയില്ല, കുമ്മളി കഴിഞ്ഞ് ആ ചുരമൊക്കെ ഇറങ്ങി താഴെ വന്നു. അപ്പോൾ അമോസിന് ചെറിയൊരു ക്ഷീണം. അപ്പം ഞങ്ങളൊരു സോഡ കുടിക്കാമെന്ന് വെച്ചാൽ സംഭാരം കുടിച്ചിട്ട് അവിടെ ഒരു കട കണ്ട്. അവിടെ ഒരു കടയിൽ ഫുള്ള് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. ഞങ്ങളിതുകൊണ്ട് ആ ചുരമാണ് കേട്ടോ മൊത്തം ഇറങ്ങി വന്നത്. അവിടെ ഫുള്ള് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ പൈപ്പ് ലൈൻ കേട്ടോ. അവിടെ ഒരു പൈപ്പ് ലൈൻ മലയുടെ മണ്ടയ്ക്കും താഴോട്ട് 4 എണ്ണം വന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരുന്നു റോഡ് ഫുള്ള്. അമ്മൂസ് പിന്നെ വാള് വെച്ച് കുഴഞ്ഞ് ഉപ്പടിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ ഉപ്പിലിട്ട സാധനം. അമ്മൂസ് ഇപ്പോൾ കുറേ നാളിട്ട് വാളുവെപ്പില്ലായിരുന്നു. ഇന്ന് എന്തോ പറ്റി 2 വാളുവെപ്പ് കഴിഞ്ഞ് ക്ഷീണിച്ച്. അപ്പം ഇനി നമുക്ക് ഉപ്പിലിട്ടത് തിന്നാൻ വേണ്ടിയിട്ട് ആ കടയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇതെല്ലാം ഉപ്പിലിട്ട സാധനങ്ങളാണ്. വിൽക്കാൻ പറ്റുമോ തോന്നുന്നു കേട്ടോ. ഓരോന്നോരോന്നല്ല, ഫുൾ ഡപ്പയോടെ വിൽക്കാനാണ് തോന്നുന്നു. അമ്മൂസ് പോയി നോക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന്. ഗൈസ് അപ്പം ഞങ്ങളുടെ കേരളം വിട്ട് തമിഴ്നാട്ടിൽ കയറി ഗൈസ്. അപ്പം ഞങ്ങൾ തേനി കഴിഞ്ഞല്ലേ, തേനി കഴിഞ്ഞ് ഇവിടെ ഫുള്ള് പച്ചപ്പൊക്കെയാണ് ഗൈസ്. നല്ല രസമാണ്. ഭയങ്കര വെയിലാണ്, രക്ഷയില്ലാത്ത വെയിൽ. ഫുള്ള് മലനിരകൾ, അതിൻ്റെ താഴെ ഫുള്ള് കണ്ടോ. പിന്നെ ആ ദൂരെ നോക്കിയാൽ ആ മലയുടെ മണ്ടയ്ക്ക് നിന്നൊക്കെ വെള്ളമൊക്കെ ഒലിച്ചു വരുന്നു കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഓടിക്കുന്ന നമ്മസ് വാള് വെച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ ക്ഷീണമാണ്. നമ്മളെ കമ്പം കഴിഞ്ഞു ഗൈസ്. ഇനി തേനി, പിന്നെന്താ സുരുളി ഫോൾസ്. എന്നാൽ ഇവിടെ ഉള്ള ആ വാട്ടർഫോൾസിൻ്റെ പേര് സുരുളി എന്നാണ് കേട്ടോ. അവിടെ മേളിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ വാട്ടർഫോൾസ് ഉണ്ട്. ചെന്നൈക്ക് ഇവിടുന്ന് 534 ഡിൻഡിഗൽ. ഞങ്ങൾക്ക് 474 കിലോമീറ്റർ പോകണം കഴിച്ച്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ അങ്ങോട്ട് ഒരു ടോൾ ഉണ്ടായിരുന്നു. ടോളിൻ്റെ അപ്പുറത്ത് ഒരു കരിക്കടയുണ്ട്. റോഡെല്ലാം ചെത്തി മെനുക്കും. നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ത് തരാണ്. ഞങ്ങൾ പോയ റോഡ് ഫുള്ള് ചപ്പും കാടുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം ചപ്പും കാടൊക്കെ വൃത്തിയാക്കി സെറ്റാക്കും. കണ്ട കഴിച്ച് വണ്ടിയൊക്കെ 100 പറക്കുന്നത് ഇവിടെ. ഓടിക്കുന്ന ഓടിച്ചോ, ഇതൊന്നും ഇല്ലല്ലോ. ഒരു സൈഡ് പിടിച്ചങ്ങ് പോയാൽ നീ പിന്നെ പോയിന്റോട്ട് വേറെ കാറിന്റെ പുറകെ ഒന്ന് പോയായിരുന്നു. കളോണ്ട് പോകുന്നുണ്ടോ? ഇല്ലില്ല പൊക്കം ഇല്ല, പോങ്ക. ഞാൻ കമ്പന്തേനിക്ക് പോകുന്ന തേനിയിലോട്ട് പോകുന്ന വഴിയാണേ. അപ്പം ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, പക്ഷേ ഞങ്ങൾ അവിടെ കയറിയില്ല. ഞങ്ങൾ വരുന്ന വഴി നമ്മുടെ നാട്ടിൽ നിന്ന് പൊതിച്ചോറ് മേടിച്ചോണ്ട് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി കഴിഞ്ഞ് കഴിക്കാൻ നേരത്താണെങ്കിൽ ഭയങ്കര മഴ. ഇവിടെ മഴ കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. നല്ലൊരു സ്പോട്ട് കിട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു കല്ലുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ല, പക്ഷേ ചോറ് വെക്കാൻ സ്ഥലം കിട്ടി. ഞങ്ങളുടെ പറമ്പിൽ കയറി കഴിക്കാൻ പോയി. പക്ഷേ എല്ലായിടത്തും ഇതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വെച്ചാൽ ഇനി സ്റ്റോപ്പൊന്നുമില്ല, നേരെ ഡയറക്റ്റ് ഞാൻ അവിടെ ചെന്ന് നിർത്തണം. അല്ലേ ഇടയ്ക്ക് എന്തെങ്കിലും കാണാൻ നിർത്തുമായിരിക്കും. ഞങ്ങളുടെ കാര്യമല്ലേ. എന്തായാലും രാത്രി 12 മണിയാകുമ്പോഴേ ചെല്ലത്തും. കാക്കേ ഇവിടെ എന്തോ കൃഷി സ്ഥലമാണ് കഴിച്ചു. പക്ഷെ നല്ല സ്ഥലം, കിട്ടില്ല സ്ഥലം, ഫുള്ള് പുളിയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. മീൻകറിയുണ്ട്, പയർ തോരൻ, പിന്നെന്തോ ചമ്മന്തി, പിന്നെ കുറേ നെത്തോലി വറുത്തത്, മത്തി വറുത്തത്, പിന്നെന്തോ അവിയൽ, മീൻകറി, ഇതെല്ലാം ഉണ്ട്. നല്ല ഊണാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തേനി ആയില്ല, തേനി ആകാറാകുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് വലിയൊരു മലനിരകളൊക്കെ ആണ്. ചുമ്മാ ഇതൊക്കെ കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയാകുന്നില്ല. നല്ല രസം ഇവിടെ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞങ്ങൾ ആരെയും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതെല്ലാം അവിടെ ഒരു മലയെ മാത്രം എന്തോ സൂര്യപ്രകാശം അടിച്ചിട്ട് വെളുത്തിരിക്കുന്നു.
ബാക്കി എല്ലാ മലയും ഇരുണ്ടിരിക്കുന്നത്. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇടയ്ക്ക് ഒരു മല മാത്രം വെളുത്ത് പച്ചപ്പ് കൂട്ട് കറക്റ്റ് ഇങ്ങനെ വെളുത്തിരിക്കുന്നു. ആ ഫോഗ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങുണ്ട് മലയൊക്കെ ഫോഗ് അടിച്ചിരിക്കുക, ആകാശത്തിനോട് മുട്ടിയിരിക്കുന്നതിന്റെ കൂട്ട്. മറ്റേ കുളുമണാലിയൊക്കെ പോകുമ്പോഴേ മറ്റേ ചെല്ല മഞ്ഞുമലയെ മാത്രം വെട്ടം കാണും. അതുപോലെ സെറ്റപ്പ്